സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മലയാളത്തിൻ്റെ മഹാനടനം മോഹൻലാൽ, ശ്രീ മോഹൻലാലിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. അമ്മയ്ക്ക് പക്ഷാഘാതത്തെ തുടർന്നായിരുന്നു മരണം. നീണ്ട 10 വർഷത്തോളം ആ അമ്മ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത വിധം തളർച്ചയിലായിരുന്നു, അല്ലെങ്കിൽ തളർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ അമ്മ പിന്നീട് വാർദ്ധക്യ സഹജമായ ഒരു അസുഖം മൂലം മരണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അമ്മ മരണപ്പെട്ടു. ഒരുപാട് ആളുകൾ സാമൂഹിക, സാംസ്കാരിക, സിനിമാ മേഖലകളിലേക്കുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലുള്ള ഒരുപാട് ആളുകളാണ് ശ്രീ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക്, പത്മശ്രീ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ എത്തി. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്താണ്, നിങ്ങൾ കണ്ടതുമാണ്. അപ്പോൾ അങ്ങനെ ആ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ എത്തുന്നു. മോഹൻലാൽ എല്ലാ ആളുകളെയും സ്വീകരിക്കുന്നുണ്ട് ഒരു പരിധിവരെ. മുഖ്യമന്ത്രി എത്തുന്നു, പിന്നീട് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എത്തുന്നു, പിന്നെ ഹയർ ഒഫീഷ്യൽസ് എത്തുന്നു, ആർമിയിലെ ഒഫീഷ്യൽസ് എത്തുന്നു. അങ്ങനെ ഒരുപാട് ആളുകളാണ്, ഒരു നീണ്ട നിര തന്നെയാണ് മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് എത്തിയത്, മോഹൻലാലിനെ ആശ്വസിപ്പിക്കാനായിട്ട് എത്തിയത്. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കെ പിന്നീട് ഞാൻ കണ്ടൊരു പോസ്റ്റ്, ഞാൻ കണ്ടൊരു കമൻറ്റുകൾ, പല കമൻറ്റുകളിലും ഞാൻ കാണുന്നത് മോഹൻലാൽ എന്ന് പറയുന്നൊരു വ്യക്തി ഇതേ സെയിം കമൻറ്റ് തന്നെയാണ്, ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ശ്രീനിവാസൻ എന്ന് പറയുന്ന അതുല്യ കലാകാരൻ മരിച്ചപ്പോൾ ആ വീട്ടിലേക്ക് മുഖ്യമന്ത്രി ചെല്ലുന്നതും ആ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഒന്ന് എഴുന്നേറ്റ് പോലും നിന്നില്ല എന്ന് പല ആളുകളും പറഞ്ഞുകൊണ്ട് വന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. മോഹൻലാൽ ആ വീട്ടിൽ അതിൻ്റെ ഒരു വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ വരുമ്പോൾ മോഹൻലാൽ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പോഴും ചിരിച്ചും കളിച്ചും നിൽക്കുന്ന ഒരു മോഹൻലാൽ, ഈ മോഹൻലാലിന് അമ്മയോട് എന്ത് സ്നേഹമാണുള്ളത്. സിനിമയിലൊക്കെ ഉള്ളത് വെറും അഭിനയം മാത്രമാണ്, റിയൽ ലൈഫിലും മോഹൻലാൽ കാണിക്കുന്ന വെറും അഭിനയമാണല്ലോ എന്നാണ് പലരും പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ ഞാനും ശരിയാണ് നോക്കി, മോഹൻലാലിൻ്റെ പല വീഡിയോസും ഞാൻ എടുത്ത് നോക്കി. നിങ്ങളെ കാണിക്കാനായിട്ട് പെട്ടെന്ന് എനിക്കൊരു വീഡിയോ കിട്ടുന്നില്ല. അതിലൊരു വീഡിയോ മോഹൻലാൽ ലാസ്റ്റിൽ അമ്മ നഷ്ടപ്പെട്ടു, ആ വിഷമത്തിൽ ഇരിക്കുന്നതിന് ശേഷം എല്ലാവരോടും, അതായത് തന്നെ കാണാൻ വന്നിട്ടുള്ള എല്ലാ ആളുകളും, മോഹൻലാലിന് അറിയാം അമ്മയെ കാണാൻ വേണ്ടി മാത്രമല്ല അവിടെ തടിച്ചു കൂടിയ ആളുകൾ, തന്നെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് മോഹൻലാലിന് അറിയാം. അപ്പോൾ അങ്ങനെ ആ വന്ന ആളുകളോടൊക്കെ മോഹൻലാൽ ജസ്റ്റ് ഇങ്ങനെ ആംഗ്യം കാണിച്ച് കൈകൊണ്ട് ജസ്റ്റ് ഒരു ഹായ് കാണിച്ചിട്ടൊക്കെ അവിടെ നിന്ന് മാറുന്നുണ്ട്. ആ ഒരു വീഡിയോ എന്തായാലും ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. കണ്ടില്ല, ആ ഒരു വീഡിയോയിൽ മോഹൻലാൽ തൻ്റെ ആരാധകർക്കൊക്കെ ഹായ് കാണിക്കുന്നുണ്ട്, പിന്നീട് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു, വന്നിരിക്കുന്ന ആളുകളോടൊക്കെ ചിരിച്ചുകൊണ്ട് പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും മെഴുകുന്നത്. അതോടൊപ്പം തന്നെ ചില വേറെ പോസ്റ്റുകളിലൊക്കെയും ഞാനത് കാണാനിടയുണ്ട്, നിങ്ങൾക്ക് സൈഡിൽ നോക്കി അറിയാൻ പറ്റും. അതിലൊക്കെയും മോഹൻലാലിൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ റിയൽ ലൈഫിൽ സിനിമയിൽ അഭിനയിക്കുന്ന നമ്മൾ കണ്ടു, പകരക്കാരനില്ലാത്തൊരു നടൻ തന്നെയാണല്ലോ, ഒരു നടന വിസ്മയമാണ് മോഹൻലാൽ, നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു മോഹൻലാൽ ജീവിതത്തിൽ അഭിനയിക്കുന്നത് ഞാൻ എപ്പോഴാണ് കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച സമയത്താണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? മോഹൻലാൽ തൻ്റെ ഉള്ളിൽ ആ സ്വന്തം അമ്മയോടുള്ള വേദനയും സ്വന്തം അമ്മയോടുള്ള സ്നേഹം അതെല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട്, തൻ്റെ വേദനകളും തൻ്റെ വിഷമങ്ങളും തൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു മനസ്സിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നിന്ന് അഭിനയിക്കുകയായിരുന്നു ആ വന്ന ആളുകളുടെ മുൻപിലെല്ലാം എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം അമ്മയെ അതുപോലെ സ്നേഹിച്ചുള്ളൊരു മകൻ തന്നെയാണ് മോഹൻലാൽ. അമ്മയ്ക്കൊരിത്തിരി പ്രായമായെന്നറിയുമ്പോൾ, അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണെന്ന് അറിയുമ്പോൾ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന മക്കൾക്കൊക്കെ ഇതൊരു ഉദാഹരണം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ 10 വർഷത്തോളം അമ്മയെ പൊന്നുപോലെ നോക്കുകയും ഒരു ബർത്ത്ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഒരു മോഹൻലാലിനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പലപ്പോഴും നല്ല എല്ലാ തവണയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഓടിയെത്താനായിട്ട് മോഹൻലാലിന് സ്വന്തം അമ്മ കൂടെയില്ല, കൂടപ്പിറപ്പുകൾ ആരും, മോഹൻലാലിൻ്റെ കുടുംബത്തിലുള്ള കൂടപ്പിറപ്പുകൾ അച്ഛനോ അമ്മയോ സഹോദരനോ ഒന്നും മോഹൻലാലിൻ്റെ കൂടെയില്ല. ആ ഒരു കുടുംബത്തിൽ ഇപ്പോൾ മോഹൻലാൽ ഏകനാണ്. ആ ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ എല്ലാത്തിനും താങ്ങും തണലുമായിരുന്ന ആ ഒരമ്മ, ആ അമ്മയും കൂടെയില്ല. തൻ്റെ എല്ലാ സന്തോഷ കാര്യങ്ങളും, തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റി അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അമ്മയെ ഞാൻ പോയി കാണിക്കും. അത് അമ്മയെ തിയേറ്ററിൽ കൊണ്ട് കാണിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് നല്ല രീതിയിലുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആ അമ്മയ്ക്ക് സിനിമകൾ DVD-യിലൊക്കെ അല്ലെങ്കിൽ USB പെൻഡ്രൈവിലൊക്കെ ആക്കിക്കൊണ്ട് ഞാൻ കാണിക്കുമായിരുന്നു എന്നാണ് മോഹൻലാൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോ കാണിച്ചാണ്. അപ്പോൾ അങ്ങനെ മോഹൻലാൽ സ്വന്തം അമ്മയെ പൊന്നുപോലെ നോക്കിയിട്ടാണ് ആ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഭാഗ്യം ചെയ്തൊരമ്മ, ഏറ്റവും ഭാഗ്യം ചെയ്തൊരു കുടുംബം നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ മോഹൻലാൽ അഭിനയിച്ചതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. മോഹൻലാലിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട്. ഞാനൊരു വേറൊരു വീഡിയോ നിങ്ങളെ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം.
ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മോഹൻലാലിനെ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ ഇതിന് മുൻപൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളത് എപ്പോഴാണ് തൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ശ്രീനിവാസൻ മരിച്ചപ്പോഴും തൻ്റെ സഹോദരൻ മരിച്ച ആ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ മോഹൻലാലിനെ മറ്റൊരു സമയങ്ങളിൽ നമ്മൾ ആ രീതി കണ്ടിട്ടില്ല. ആകെ തകർന്ന് എല്ലാം തരിപ്പണമായി നിൽക്കുന്നൊരു മനുഷ്യൻ. പണമുണ്ട് പദവിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ എല്ലാം തകർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്. കണ്ടില്ലേ, സ്വന്തം അമ്മയുടെ ആ ഒരു വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു നടന വിസ്മയത്തിനെയാണ് നമ്മൾ കാണുന്നത്. അവിടെ താരജാടകളോ താരപദവിയോ ഒന്നുമില്ല. അതുള്ളത് കുറേ ഈ പറയുന്ന അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആരാധകർക്കാണ്. മരണവീടാണെന്ന് പോലും മനസ്സിലാക്കാതെ മോഹൻലാലിൻ്റെ വീഡിയോസ് എടുക്കാനും മോഹൻലാലിൻ്റെ ഫോട്ടോസ് എടുക്കാനും ഓടിക്കയറി ചെല്ലുന്നവന്മാർക്കാണ് ഇതൊക്കെ ഉള്ളത്. മോഹൻലാൽ അങ്ങനെ ഒന്നുമില്ല. മോഹൻലാൽ അവിടെ വരുന്ന എല്ലാ ആളുകളെയും കാണുന്നു. മോഹൻലാൽ സ്വന്തം അമ്മ മരിച്ച് ആ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ വരുന്നവരെ കണ്ടിട്ട് മോഹൻലാൽ കരയേണ്ട ആവശ്യമില്ല. കരയേണ്ടതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുമൊക്കെ അദ്ദേഹം കരഞ്ഞു തീർക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിന്ന് കരയണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ ഈ കുറേ ഫോട്ടോ എടുക്കുന്ന വീഡിയോസ് എടുക്കുന്നവന്മാരുടെ മുന്നിൽ നിന്ന് കരയണമെന്നാണ് പറയുന്നത്? എന്തിനാണ്? അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മയെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അയാളുടെ ലൈഫിൽ ഒരിക്കലും ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല. അത് പണമുള്ളത് കൊണ്ട് മാത്രമല്ല, അമ്മയെ ദൈവതുല്യമായിട്ട് കാണുന്ന, അല്ലെ അമ്മയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു മകനായതുകൊണ്ടാണ് മോഹൻലാൽ അങ്ങനെയൊക്കെ ചെയ്തത്. ഇതിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അമ്മയുടെ ഓറയിലായിരുന്നു ലാലേട്ടൻ ജീവിച്ചിരുന്നത്. ഒരിക്കലും നേരിൽ കണ്ടില്ലെങ്കിലും നമ്മുടെ ആരോ മരിച്ച ഫീലാണ്. സങ്കടം ഉള്ളിലൊതുക്കി എല്ലാവരോടും ലാലേട്ടൻ. പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ. അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പിന്നെ വേറൊരു കമൻറ്റ് പറയുന്നത്, ഒന്നുറക്ക കരയാൻ പോലും കഴിയാതെ പെട്ടെന്ന് തന്മാത്ര മൂവിയിലെ രമേശൻ എന്ന ലാലേട്ടൻ്റെ കഥാപാത്രത്തെ ഓർത്തുപോയി. ഈ മനുഷ്യനെ ഇങ്ങനെ കാണുമ്പോൾ ചങ്ക് പൊട്ടുന്ന പോലെ. ആ അമ്മയ്ക്കൊരു നിയോഗമുണ്ടായിരുന്നു, മലയാള സിനിമയ്ക്ക് ഒരേട്ടനെ തരാൻ. പ്രണാമ അമ്മ, അയാൾ കരഞ്ഞാൽ നമ്മളും കരയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. മുമ്പ് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് മോഹൻലാലിന് കുട്ടികളുടെ മനസ്സാണെന്ന്. അതിപ്പോൾ കാണാൻ കഴിഞ്ഞുവെന്നും പല ആളുകളും പറയുന്നുണ്ട്. ഇതിലും നമുക്ക് മനസ്സിലാവുന്നത് മോഹൻലാൽ അഭിനയിക്കുകയാണ് എല്ലാവരുടെയും മുൻപിൽ, സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ. തനിക്ക് വിഷമമുണ്ട്, പക്ഷേ അതെല്ലാവരെയും കാണിച്ച ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് മോഹൻലാൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇങ്ങനെ കളിയാക്കാൻ സാധിക്കുക? അയാൾ അമ്മ മരിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നത്രേ. അമ്മ മരിച്ചത് സന്തോഷമായിരുന്നു അത്രേ. അല്ല, അമ്മയോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. സിനിമയിലൊക്കെ വെറും അഭിനയം മാത്രമാണ്. റിയൽ ലൈഫിലും മോഹൻലാൽ ഫേക്ക് ഒരു ഫേസ് ഉള്ളൊരു മനുഷ്യനാണ്, അല്ല ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി ഉള്ളൊരു മനുഷ്യനാണെന്നൊക്കെ പറയാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് വേട്ടയാടുന്നത്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ സംസ്കാരവും എന്തുമായിക്കോട്ടെ, അതിനെയൊക്കെ ഈ ഒരു സമയത്താണോ വന്നിട്ട് ഇങ്ങനത്തെയൊക്കെ അപരാധങ്ങൾ പറയേണ്ടത്? സ്വന്തം അമ്മയാണ് തൻ്റെ മുൻപിൽ ചേതനയേറ്റ് കിടക്കുന്നത്. ആ അമ്മയെ പൊന്നുപോലെ നോക്കി അമ്മയോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നൊരു മകന് ഒരിക്കലും അത് സഹിക്കാനാവുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്, വാക്കുകൾക്ക് അതീതമാണ് മോഹൻലാൽ അമ്മയോടുണ്ടായിരുന്ന സ്നേഹം. ആ ഒരു വിഷമം, അമ്മയുടെ വിയോഗം മോഹൻലാലിനെ ആകെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് മോഹൻലാൽ നിൽക്കുന്നത്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. അതിലൊരു പാട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യാത്താണ് മ്യൂട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുൻപിൽ തകർന്ന് നിൽക്കുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സമയം കടന്നുപോയി മോഹൻലാൽ തിരികെ റിയൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിലേക്ക് തിരികെ വരും. പക്ഷേ ഈ മോഹൻലാലിനെ കളിയാക്കുന്ന ആളുകളുടെയൊക്കെ ചേതോവികാരം എന്താണെന്നാണ് ഞാൻ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. കഷ്ടമാണ് കേട്ടോ. നമ്മുടെ കുടുംബത്തിലാണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നമ്മൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? എന്തിനാണ് അയാളെ സംഘീവൽക്കരിക്കുകയും എന്തിനാണ് അയാളെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്? ശരിയാണ്, നമ്മളും പറഞ്ഞിട്ടുണ്ട് അയാളൊരു സംഘീയുടെ അടിമയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഒരു സമയത്തല്ല പറയേണ്ടത്. സ്വന്തം അമ്മ മരിച്ചതിൻ്റെ വിഷമത്തിൽ നിൽക്കുമ്പോൾ വരുന്ന ആളുകളുടെ മുൻപിൽ കരഞ്ഞ് അഭിനയിച്ച് നിൽക്കാനൊന്നും അയാൾക്ക് താല്പര്യമില്ല. അയാൾക്ക് വേണമെങ്കിൽ അഭിനയിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം. അയാൾ അഭിനയത്തിൻ്റെ കുലപതിയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അയാൾക്ക് അഭിനയിച്ച് വേണമെങ്കിൽ വിഷമം അഭിനയിക്കാം, തളർന്ന് വീഴുന്നതായിട്ട് അഭിനയിക്കാം, ഇതൊക്കെ ചെയ്യാം. അതൊന്നും അയാൾ ചെയ്യുന്നില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് തൻ്റെ വേദനകൾ തൻ്റേത് മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തനിക്കിനിയും തൻ്റെ കൂടെ തൻ്റെ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ, തൻ്റെ കുടുംബമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളു പിടഞ്ഞ് നെഞ്ച് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന, ഉള്ളിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ലാലേട്ടനെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ആ ലാലേട്ടൻ്റെ മനസ്സിന് ശക്തി ഉണ്ടാവട്ടെ. എല്ലാം കഴിഞ്ഞ് വീണ്ടും മോഹൻലാൽ എന്ന് പറയുന്നൊരു നടന വിസ്മയം തിരികെ ആക്റ്റീവായിട്ട് വരട്ടെ. മോഹൻലാലിനോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ടെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.